ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു ക്രാബ് റോസ്റ്റാണ് കാണിക്കാൻ പോണത്. എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. ഇങ്ങനെയാണ് നമുക്കിവിടെ ഞണ്ട് കിട്ടുക കേട്ടോ. ഇത് ബ്ലൂ ക്രാബാണ്. ഇത് 1 LB അത്രയേ ഉള്ളൂ. ഇത് അത്ര ക്രാബേ ഉള്ളൂ. നമുക്കിങ്ങനെ കിട്ടും. ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ $10.25 ഇത്രയേ ഉള്ളൂ. ഒരു യൂണിറ്റ് പ്രൈസ് 1 LBക്ക് $9, $8.99 ആണ്. ഇതിപ്പോൾ 10.25 അത്രേ ഉള്ളൂ. ഞണ്ട് റോസ്റ്റിൻ്റെ തുടക്കത്തെ കുറച്ച് വീഡിയോ മിസ്സായി പോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ഇടാമെന്ന് കരുതി. അപ്പം ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് വേണ്ടത് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും ടേസ്റ്റ്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, സവാള ഞാനിപ്പോൾ ചെറിയ സവാളയായിരുന്നു, അതുകൊണ്ടൊരു 4 സവാള എടുത്തിട്ടുണ്ട്. സവാളയും കൂടി വരുമ്പോഴാണ് നമുക്ക് ആ റോസ്റ്റിനൊരു ടേസ്റ്റ് വരിക. എന്നിട്ടൊരു 2 തക്കാളി, കുറച്ച് കറിവേപ്പില. ഇത് ആദ്യം എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിലേക്ക് പച്ചമുളക് ചേർത്ത് അതും ഒന്ന് വഴണ്ട് വരുമ്പം കറിവേപ്പിലയും സവാളയും തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഏകദേശം ഒന്ന് വഴണ്ട് വരുന്നുണ്ട്. ഒരു കുറച്ചും കൂടി ആയാൽ മതി. അപ്പോഴേക്കും നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വരുന്നതനുസരിച്ചാണ് റോസ്റ്റിൻ്റെ ടേസ്റ്റ്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്. കുറച്ച് കളർ കുറവായിട്ട് ഇതിനകത്ത് തോന്നിയ വീഡിയോയിൽ, പക്ഷേ അത് നല്ല റെഡ് കളർ കിട്ടും. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മളിപ്പം പച്ചമുളക് അധികം ചേർക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കുറച്ച് മതി. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 2.5 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മതി. പിന്നെ അതിലേക്ക് ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇതിപ്പം ആകെ കുറച്ച് ഇതേ ഉള്ളൂ. ഒരു 1 തൊട്ട് 1.25 സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം എരിവിനനുസരിച്ച് കുരുമുളക് പൊടി. നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർക്കണം. നല്ലൊരു മണവും ഒരു സ്വാദും നമുക്ക് കിട്ടും. ഇതെല്ലാം ചേർക്കുമ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ജസ്റ്റ് ഒന്നും പൊടിയെല്ലാം ഒന്ന് മൂത്ത് വരുന്നിടം വരെ. നമ്മുടെ ഈ ഗരം മസാലയുടെ പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് പെരുംജീരകത്തിൻ്റെ പൊടി മാത്രം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതും നല്ലൊരു സ്വാദ് തന്നെയാണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് ഒന്ന് വരണ്ട് ഒന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് കഴുകിയ ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി തന്നെയാണ് നമുക്ക് കിട്ടിയത്. നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു. ഒത്തിരി നേരം ഞണ്ടായതുകൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് അങ്ങനെ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാംസത്തിൽ ഇത് ഓൾറെഡി എല്ലാം ക്ലീൻഡ് അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഉപ്പിട്ട് അങ്ങനെ കഴുകി എടുത്താൽ മതി. ജസ്റ്റ് ഞാനൊന്ന് കഴുകി എടുത്തു. ശരിക്കും നല്ല ക്ലീനായിരുന്നു, നല്ല ക്ലീനായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കാലുകളൊക്കെ ഒന്ന് പിച്ചി എടുത്തിട്ടുണ്ട്. കാരണം അത് കാലങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊക്കെ പാടല്ലേ. അപ്പം അതിൻ്റെ വലിയ കാല് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള മാംസത്തിലൊക്കെ മാംസത്തിലേക്ക് ഈ ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് നല്ല ഒരു ടേസ്റ്റ് കിട്ടും. അല്ലെ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു റോ ടേസ്റ്റ് വരും. പക്ഷെ അതും നല്ലതാണ്, ആ റോ ടേസ്റ്റ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ റോസ്റ്റ് ആയതുകൊണ്ട് അതിലേക്ക് ആ രുചിയൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ആ വലിയ ഞണ്ടിൻ്റെ ഒരു മാംസം ഞാനിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ നല്ലൊരു എളുപ്പമായിരിക്കും. ഫുള്ളായിട്ട് ഇങ്ങനെ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതാകുമ്പോൾ കഴിക്കാൻ കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഫുള്ളായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പൊന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ഫ്ലെയിം നമുക്കൊരു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം, അതായത് ഞണ്ട് വേവാൻ ആവശ്യമുള്ള വെള്ളം, ഒത്തിരി വെള്ളമായി പോവേണ്ട. റോസ്റ്റ് ആയതുകൊണ്ട് ഞണ്ട് എത്രയാണ് വേവേണ്ടത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടച്ച് വെച്ചേക്കുക. അത് ഞണ്ടൊന്നും നല്ല വെന്ത് മസാലയൊക്കെ ഉള്ളിൽ പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്കിതിലേക്ക് ഒരു 3 കഷ്ണം പുളി, നമ്മുടെ ഫിഷിന് ജസ്റ്റ് ഒരു സ്മെല്ല് ഒക്കെ വരാനും ടേസ്റ്റ് വരാനും ഒക്കെ ആയിട്ട് ഒരു 3 കഷ്ണം പുളി നമ്മളിതിലേക്ക് ചേർക്കുക.
അതിൻ്റെ കുറച്ച് നമ്മൾ കുതിർക്കാനിട്ട വെള്ളവും കൂടി. ഞാനിപ്പോൾ ഏകദേശം എന്താ ഒന്ന് ജസ്റ്റ് അതൊന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തോരം വെള്ളം വേണമെന്ന്. അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെന്ത് റെഡിയായി വരട്ടെ. ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ജസ്റ്റ്, അയ്യോ ഭയങ്കര പുകയായിട്ട് ഇതായിട്ടുണ്ട് വീഡിയോ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ശരിക്കും നമ്മൾ ഒത്തിരി അങ്ങ് വരട്ടി എടുക്കണമെന്നില്ല. ഒരു ജസ്റ്റ് റോസ്റ്റ് പരുവം മതി. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാട്ടോ. ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ എടുക്കാനാ. ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ട് വഴറ്റി, നമുക്ക് പുക കാരണം കാണുന്നില്ല, റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയും മതി. കുറച്ച് കൂടുതൽ റോസ്റ്റ് ആക്കണമെങ്കിൽ റോസ്റ്റ് ആക്കാം. ഇപ്പോൾ പുളിയുടെയൊക്കെ നല്ല ടേസ്റ്റൊക്കെ ഇറങ്ങി നല്ല ഇതായിട്ടുണ്ട്, റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലാക്കിയിട്ട് അപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമുക്കിതിൻ്റെ മേളിലോട്ട് കുറച്ചൊരു വെളിച്ചെണ്ണ ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ശരിക്കും നല്ല അതിൻ്റെ ഒരു കറക്റ്റ് ഇത് കിട്ടണമെങ്കിൽ നമുക്ക് പ്ലേറ്റിലെടുത്ത് കഴിയുമ്പോഴേ അതിൻ്റെ ഭംഗി, അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ഇതാണ് നമ്മുടെ ഞണ്ട് റോസ്റ്റ്. നമുക്ക് കായലിലെ ഞണ്ടിൻ്റെ ഒരു സ്വാദ് ഇതിന് വരത്തില്ല. ഇത് കായലിലെ ഞണ്ടാണ് കൂടുതലും റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് വരിക. പക്ഷേ ഞണ്ടിൻ്റെ ആ ഒരു രുചിയും ആ ഒരു മധുരവും റോസ്റ്റ് ആകുമ്പോൾ നല്ലൊരു സ്വാദാണ്. ഓക്കെ, അങ്ങനെ ഞണ്ട് റോസ്റ്റ് റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം അടുത്ത റെസിപ്പീസും വീഡിയോസും എല്ലാം അതിനകത്ത് അപ്ലോഡ് ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പം പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു.